എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. അങ്ങനെ നമ്മുടെ മുൻപ് തുടങ്ങിയ ഒരു മെഗാ സീരിയൽ അവസാനം കാണാതെ ഇപ്പോഴും അത് തുടരുന്നു. അതിൻ്റെ പിന്നിലുണ്ടായിരുന്നവർ ഇന്നും സുപ്രീം കോടതിയിൽ കോടികൾ എറിഞ്ഞ് അതിൽ പെട്ടവരെ രക്ഷപ്പെടുത്താനും സ്വയം രക്ഷപ്പെടാനും ശ്രമിക്കുന്ന സമയത്താണ് വീണ്ടും അയ്യപ്പൻ കോവിൽക്കർ, അയ്യപ്പൻ്റെ ദ്വാരപാലകർ അവരുടെ സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റിയ മറ്റൊരു മെഗാ സീരിയലിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇത് ലോകത്ത് ഒരുത്തരത്തും നടക്കാത്തൊരു സംഭവമാണ്. ദൈവങ്ങളെ വരെ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അത്ര ചില്ലറക്കാരല്ല ഈ മോഷണത്തിൽ ഏർപ്പെട്ടതെന്നുകൂടി എല്ലാ വ്യക്തികൾക്കും അറിയാം. ബട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനും കോടാനുകോടികൾ വലിച്ചെറിയാൻ നിൽക്കുന്ന ഇതിൻ്റെ ശില്പികളുണ്ട്. നമുക്ക് ഇവരെക്കുറിച്ച് ഒന്നും പ്രത്യേകം പറയാനില്ല. ഇവർക്ക് കിട്ടാൻ പോണ ശിക്ഷ വളരെ വ്യക്തമായ രീതിയിൽ ഞാൻ പറയാം. 2003 സെപ്റ്റംബർ 7 ഹമാസ് എന്ന കൊടും ഭീകരർ നടത്തിയ കൂട്ടക്കൊല, ബലാത്സംഗം, രഹസ്യഭാഗങ്ങളിൽ ആയുധം കുത്തിയിറക്കി അട്ടഹസിച്ച രംഗങ്ങൾ, ഇതെല്ലാം കേരളക്കരയിൽ എല്ലാവർക്കും അറിയാമെന്നുള്ള സംഭവമാണെങ്കിലും അതിൻ്റെ മുന്നിൽ മൗനം നടിക്കുന്ന വിവരം കേട്ട, അതിലും ഉപരി ഭീകരർ വസിക്കുന്ന ഒരു നാടാണ് കേരളം. കാരണം ആ സെപ്റ്റംബറിനെ ആരും ശരിയെന്നോ തെറ്റെന്നോ പറഞ്ഞ, മറിച്ച് അത് ശരിയായിരുന്നുവെന്ന് ധരിക്കുന്ന എത്രയോ പ്രമാണികൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. അതിനെ പ്രതികരിക്കാൻ വേണ്ടി അതിൻ്റെ ഇനി അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാകാതിരിക്കില്ല എന്ന് പറയാനും പ്രതികരിക്കുന്ന ഇസ്രയേലിനെ ചീത്ത പറയാനും ഇസ്രയേലിനെയാണ് കുറ്റം പറയാനുമുള്ള ആൾക്കാരാണ് ഇന്ന് കേരളത്തിൽ കൂടുതലുള്ളത്. ഒന്ന് നോക്കിയാൽ ആ കുറ്റം പറയുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവർ തന്നെയാകാം ഇന്ന് അയ്യപ്പൻ്റെ ശ്രീകോവിലിൽ കയറി മോഷണം നടത്തിയവരും. ഇതിൻ്റെ ശിക്ഷ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടുമോ, ജനങ്ങളിൽ നിന്ന് കിട്ടുമോ, ആർക്കും ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇത് മോഷ്ടിച്ചത് മറ്റാരെയുമല്ല, ഭഗവാന്റെ സ്വത്തുക്കളാണ്. അയ്യപ്പ ഭഗവാന്റെ സ്വത്തുക്കളാണ് അവരുടെ ശ്രീകോവിലിൽ നിന്നും അടിച്ചു മാറ്റിയത്. അതിൻ്റെ ശിക്ഷ അവർക്ക് കിട്ടും. അത് ഭയാനകമായിരിക്കും. നമുക്കത് കാണാനുള്ള സാഹചര്യം ഈശ്വരൻ തരാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അവർക്ക് കിട്ടുന്നത്, അതായത് ഗസയ്ക്ക് സമീപം ഹമാസ് ഭീകരർ കാണിച്ച കൊടും ക്രൂരതകൾക്ക് കോടിയിലധികം മോശമായ രീതിയിലുള്ള അനുഭവം ഈ അയ്യപ്പൻ്റെ സ്വർണ്ണ ആ കവചങ്ങളോ വാട്ടർ ഇറ്റ് മേ ബി അതിനെ അടിച്ച് മാറ്റിയവർക്കും അതിന് കൂട്ടുനിന്നവർക്കും അത് പ്രചോദനം നൽകിയവർക്കും അതിൻ്റെ കോടികൾ ഫലം വാങ്ങിയവരും ആ മോഷണത്തിന് കൂട്ടുനിന്നവരുടെയും മുന്നിൽ വച്ച് എന്താണ് ഹമാസ് തീവ്രവാദികൾ 2003 സെപ്റ്റംബർ 7 ഗസയുടെ സമീപമുള്ള ഗ്രാമത്തിൽ കയറി കുഞ്ഞുങ്ങളെ കഴുത്തരിഞ്ഞ് എറിഞ്ഞതും സ്വന്തം മക്കളെ, പെണ്ണുങ്ങളെ മുന്നിൽ വച്ച് ബലാത്സംഗം ചെയ്ത് അവർ കൊന്നുകളയുകയും അവരുടെ ആ സ്ത്രീകളുടെ രഹസ്യഭാഗങ്ങളിൽ ആയുധങ്ങൾ കുത്തിയിറക്കി അട്ടഹസിച്ച് അവരെ വഴിയിൽ ഉപേക്ഷിച്ച്
ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന് കുറേ ആൾക്കാരെ ബന്ദികളുമായി കൊണ്ടുപോയി അവിടെ തുരങ്കത്തിൽ വച്ച് ഇന്നും വിലപേശുന്ന ഹമാസ് ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾ വസിക്കുന്ന നാടാണ് ഈ കേരളമെന്ന് നമ്മൾ ഓർക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, ഹമാസ് ഇത് കറക്റ്റ് ചെയ്യുന്നവരാണെന്നോ. എന്നാൽ സ്വന്തം ജനതയെ രക്ഷിക്കാൻ, സ്വന്തം ജനതയെ ആക്രമിച്ച് അവരെ എല്ലാ രീതിയിലും മോശമായ രീതിയിൽ വേണ്ടതൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടിയവരെ എതിരിടാൻ അവരെ കൊല്ലുകയോ അവരെ ബാമ്പിടുകയോ അവരെ ഉന്മൂലനം ചെയ്യുകയോ ചെയ്യുന്നവരെ മോശമെന്ന് ചിത്രീകരിക്കുന്നതിൽ ഏറിയ പങ്കും ഉള്ളവരാണ് ഈ കേരള സ്റ്റേറ്റിലുള്ളവർ. ഒരു മാധ്യമ പ്രവർത്തകർ വരെ ആ സെപ്റ്റംബർ ദുരന്തത്തെക്കുറിച്ച് പറയാറില്ല ഇന്നും എപ്പോഴും. കാരണം അവർക്ക് കോടികളുടെ ഫലം കിട്ടുന്നു. അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ആ കൂട്ടർ തന്നെയാണ് ഈ അയ്യപ്പൻ ഈ ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റിയതും. അവർക്കുണ്ടാകുന്നത് അതിനേക്കാളും ഏറിയ ദുരന്തമായിരിക്കാം. ആ രംഗങ്ങൾ നമ്മൾ കാണാൻ ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം അവരുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുനിന്ന എല്ലാവരുടെ ഹൂവർ ഇറ്റ് മേ ബി, അവരാര് ഏത് വലിയവനായിരുന്നാലും അവൻ്റെ മുന്നിലും അച്ഛൻ മക്കളുടെയും ചെറുമക്കളെയും ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും എല്ലാ വൃത്തികളിലും ഇവൻ്റെയൊക്കെ മുന്നിൽ വച്ച് മറ്റൊരു കൂട്ടർ അതായത് ഹമാസിനെക്കാളും തീവ്രതയേറിയ ഭീകര സംഘടനകൾ സാക്ഷാൽ അയ്യപ്പൻ തന്നെ നേരെ ഇവൻ്റെയൊക്കെ കുടുംബത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് അവിടെ വച്ച് ഇതെല്ലാം ശിക്ഷ നടപ്പാക്കും. സ്വന്തം കുഞ്ഞുങ്ങളിൽ അവരിലൂടെ, ഭാര്യയിൽ കൂടെ, മക്കളിൽ കൂടെ, ബന്ധികളൊക്കെ ഇത് അനുഭവിക്കേണ്ടി വരും. അതായിരിക്കും അയ്യപ്പ ഭഗവാൻ ഇവർക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ശിക്ഷാ നടപടികൾ. ഹൈക്കോടതിയിൽ പോകും, സുപ്രീം കോടതിയിൽ പോകും, കോടികൾ വാരിയേറിയും പ്രഗത്ഭരായ അഭിഭാഷകരെ അവർ വരുത്തും, പലതും കാണിക്കും. പക്ഷെ രക്ഷപ്പെടാൻ പറ്റില്ല. അതിന് അവസാനം വളരെ ശോചനീയമായിരിക്കും. അങ്ങനെ സാക്ഷ്യം നിൽക്കേണ്ടി വരുന്ന ഈ കേരളത്തിലെ മറ്റ് ജനങ്ങൾക്ക് ഈ ഒരു ഗതികേട് വന്നതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെയുള്ളൊരു ക്രൂരന്മാരുടെ മുന്നിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അവർ ഇനി ഈ ചെയ്തതല്ല, ഇതിനപ്പുറവും ചെയ്യാൻ അവർ മടിക്കില്ല. അവർക്ക് വേണ്ടത് പ്രശസ്തിയും പണവും. അതിനവരെന്ത് ക്രൂരതയും ചെയ്യും. അവർ പല ക്രൂരതയും പല വേണ്ടാത്തരങ്ങൾ കാട്ടിത്തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നു, അതിൻ്റെ ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. ഇവരെക്കുറിച്ച് ഇനി നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം ഇവർക്കൊന്നും മാത്രമുള്ള 2003 സെപ്റ്റംബറിൽ 7 പാവം ഇസ്രയേലിയുടെ അവരുടെ വില്ലേജിൽ കയറി നടത്തിയ ആ അട്ടഹാസങ്ങളും കൊലയും വ്യഭിചാരങ്ങളും ഒക്കെ 100% പതിമടങ്ങലായിട്ട് ഇവൻ്റെയൊക്കെ ഇപ്പോൾ ഈ അയ്യപ്പൻ ടെമ്പിളിലെ ദ്വാരപാലകരുടെ ആ സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റുമാരുടെ മുന്നിൽ വെച്ചതിൻ്റെ കുടുംബാംഗങ്ങൾ അനുഭവിക്കാൻ പോണത് 2003 സെപ്റ്റംബർ 7 ഹമാസ് എന്ന ക്രൂരൻ നടത്തിയ അതേ അതിനേക്കാളും ക്രൂരതയാർന്ന ഹമാസന്മാർ ഇവൻ്റെയൊക്കെ കുടുംബത്തിൽ നുഴഞ്ഞു കയറി അതിലുപരിയായ കൃത്യം ചെയ്തിരിക്കും. അതായിരിക്കും അയ്യപ്പ ഭഗവാൻ ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷ. അത് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. ആ ഉറപ്പിൻ്റെ പേരിൽ ഇപ്പോഴും പൗലൊരു മൗനം ഭജിക്കുന്നു. ഇത് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള, മറ്റൊന്നുമില്ല. ദുഃഖമുണ്ട് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ. ഇനിയെങ്കിലും നമ്മൾക്ക് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ കേൾക്കാതിരിക്കാനും ഇടവരട്ടെ. എങ്കിൽ തന്നെയും നമുക്ക് എന്തെങ്കിലും ചിലതൊക്കെ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാകും, വളരെ വൈകാതെ തന്നെ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും. താങ്ക് യു.